കാരണം ക്രിസ്ത്യാനികളാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇനി അത് നടക്കുകയില്ല. അതുകൊണ്ട് അവരുടനെ മനുഷ്യക്കടത്താക്കി. എങ്ങനെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം ഇവിടെ നിന്ന് കടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വലിയ സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കാരണം സിൻഡിക്കേറ്റ് റൂം തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൂടെ വി സിയുടെ റൂമിൽ കയറാം. ഡയറക്റ്റ് വി സിയുടെ റൂം തുറക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വി സിയുടെ അറിവോടുകൂടിയാണ് ഈ താക്കോല് ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ വലിയ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. കാരണം സർവകലാശാലയുടെ ദൈനംദിന പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം ചേരേണ്ട. ഇന്ന് തന്നെ 2 യോഗം അവിടെ വെച്ച് ചേർന്നതാണ്, 3 യോഗം ചേർന്നതാണ്. അടുത്ത ദിവസങ്ങളിലും യോഗങ്ങൾ ചേരേണ്ട ഒരു ഹാളാണ്. അപ്പോൾ ആ ഹാളിൻ്റെ താക്കോൽ മോഷ്ടിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് സിൻഡിക്കേറ്റിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ഹാള്, വിവിധ കമ്മിറ്റികൾ യോഗം ചേരുന്ന ഹാള്, അതിന്റെ താക്കോൽ ബോധപൂർവം ബി സിയുടെ അറിവോടുകൂടി മോഷ്ടിക്കപ്പെട്ട് അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താനാണ് ഭാവമെങ്കിൽ ബി സിയുടെ ഓഫീസ് നാളെ മുതൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കും. ആ നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കാണുന്നത്. വളരെ ഗൗരവമുള്ളതാണ് ഇത്. എനിക്ക് തോന്നുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ രജിസ്ട്രാറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പോലീസിൽ കേസ് കൊടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമഗ്രമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇതൊരു അസാധാരണമായ സംഭവമാണ്. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇപ്പോഴാണ് കുറച്ചൊരു 7-7:30 സമയത്താണ് ഇങ്ങനൊരു താക്കോൽ ഇവിടെ ഇന്ന് കൊണ്ടുപോയതിൽ തിരികെ കൊണ്ടുവന്നൊരു താക്കോൽ കൂട്ടത്തിൽ സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണുന്നില്ല എന്നുള്ളത് ഞങ്ങളൊരു 7:30 കൂടിയാണ് അറിയുന്നത്. വളരെ ഗൗരവമുള്ളതാണ്. അല്ലല്ല, എല്ലാ ദിവസവും തുറക്കണം. ദൈനംദിന കമ്മിറ്റി കൂടുതലല്ലേ, സബ് കമ്മിറ്റികളുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, വിവിധ പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷൻ കമ്മിറ്റികളുണ്ട്. ഇതെല്ലാം കൂടുകയാണ്. ഇന്ന് 3 യോഗം ഉണ്ടായിരുന്നു. ഈ സിൻഡിക്കേറ്റ് റൂമിന്റെ പ്രത്യേകത, സിൻഡിക്കേറ്റ് റൂം തുറന്നു കഴിഞ്ഞാൽ അതിലൂടെ വി സിയുടെ സെക്ഷനിലേക്ക് കിടക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടെല്ലാം അതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ട്. കാരണം സുപ്രധാനമായ പല രേഖകളും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തിങ്കളാഴ്ച ഒരു കേസ് പരിഗണിക്കുകയാണ്. ആ കേസിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആരാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതയുണ്ട്. ഒരുപാട് രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് കടത്താനാണോ എന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ വലിയ സംശയങ്ങൾ ഉയർന്നിരിക്കുകയാണ്. അതെല്ലാം സമഗ്രമായി പോലീസ് അന്വേഷിക്കണം. അതെ, ഇവിടെ സിൻഡിക്കേറ്റിനകത്ത് റെസ്പോണ്ടന്റ് അല്ല വി സി കൊടുത്ത രജിസ്ട്രാർ കൊടുത്ത കേസിൽ. എന്നാൽ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള റെസ്പോണ്ടന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് സ്റ്റാൻഡിംഗ് കൗൺസിലാണ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറിന്റെ ഭാഗം കോടതി പറയേണ്ടത്. അല്ലാതെ വി സിക്ക് സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ വേണം കോടതിയിൽ പറയാൻ. അങ്ങനെ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമാണ് യഥാർത്ഥത്തിൽ മുരളി സാറ് സൂചിപ്പിച്ചത്. സിൻഡിക്കേറ്റ് റൂമിന്റെ പൂട്ടി അതിന്റെ താക്കോല് മോഷ്ടിച്ച് സുപ്രധാനമായ രേഖകൾ കടത്താനാണ് ശ്രമമെങ്കിൽ ശക്തമായ നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. സിൻഡിക്കേറ്റിനെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും പിന്നെ പൊതുജന മധ്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള അപകീർത്തിപ്പെടുത്തലുണ്ട്. പിന്നെ വൈസ് ചാൻസലറുടെ മുറി തൊട്ടടുത്ത് തന്നെയുണ്ട്. സിൻഡിക്കേറ്റ് മുറി പൂട്ടാനും രേഖകൾ കടത്താനുമാണ് നീക്കമെങ്കിൽ വളരെ ശക്തമായിട്ട് ഇത് ഇടപെടേണ്ടി വരും. ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് അക്കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അതൊക്കെ വരട്ടെ, നമുക്ക് പറയാം. അത്തരം വിഷയങ്ങൾ നമുക്ക് പറയാം. സിൻഡിക്കേറ്റ് റൂമിലെ താക്കോൽ മോഷണവുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ, രേഖകൾ മോഷ്ടിക്കാനാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കും, അന്വേഷണം പുരോഗമിക്കും എന്നതടക്കമുള്ള കാര്യമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.